റൂമിൽ വന്ന് കയറിയിട്ട് ഇവൻ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇവൻ എൻ്റെ ബെഡ്റൂമിൽ കയറി കിടന്നിട്ട് ഇവൻ്റെ സുനി എടുത്തിട്ട് പുറത്തോട്ടിട്ടിട്ട് എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ എനിക്കത് സഹകരിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് കയറിയത്. അവസരം തരാം, അതിന് നീ സഹകരിക്കണം, അതിന് ഞാൻ 25,000 രൂപ നിനക്ക് പ്രതിഫലമായിട്ട് തരാം, നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും കുറെ നാളായിട്ട് നിങ്ങളെ പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എന്തായാലും ഒരു കേസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങളൊന്നും പിന്നെ കണ്ടുകിട്ടിയത്. അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്ന് നോക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള നിരഞ്ജന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി വന്നിട്ട് പറയുകയാണ്, അതായത് ഈ ആറാട്ടണ്ണനും അതേപോലെ തന്നെ ഈ അലിൻ ജോസ് പെരേരയും പിന്നെ ഇവരൊരു ഷോർട്ട് ഫിലിം പിടിക്കാന്നൊക്കെ ഉള്ള ഒരു പേരിനകത്ത് ഒരു വിനീത് എന്ന് പറഞ്ഞ അതിന്റെ ഡയറക്ടറും എല്ലാവരും കൂടെ പുള്ളിക്കാരിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ള രീതിക്ക് ഒരു ആരോപണമായിട്ട് ഒരു മീഡിയയുടെ മുന്നകത്ത് വന്നിട്ടുണ്ടായി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവർ പറയാനുള്ള ഇവർക്ക് എന്താണ് ഇപ്പൊ ഈ ആറാട്ടണ്ണനാണെങ്കിലും അല്ലെങ്കിൽ അലിൻ ജോസ് പെരേര ആണെങ്കിലും ഇവരെ ചെയ്തത്, അല്ലെങ്കിൽ വിനീത് എന്ന് പറഞ്ഞ പുള്ളിയാണെങ്കിലും ചെയ്തത് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ആദ്യം ഒന്ന് കണ്ടുനോക്കാം. എൻ്റെ പേര് നിരഞ്ജന, എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ഞാനിപ്പോൾ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, ഞാനിപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയി. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് വിനീത് എന്ന് പറഞ്ഞൊരു ആളാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത്. കുറേ അധികം കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഇനി ഈ ഒരു ഇന്റർവ്യൂ എനിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഞാൻ തന്നെ അവസാനിപ്പിച്ചെന്നിരിക്കും. അത്രയും സ്റ്റേജിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റുള്ള അനേകം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. കാരണം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട്. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എൻ്റെ സ്ഥലം വരെ നഷ്ടപ്പെടുത്തിച്ച് അവിടെ അതിക്രമിച്ച് കയറി അവസരങ്ങൾ തരാം എന്ന് വാഗ്ദാനങ്ങൾ തന്ന് എനിക്ക് കിടപ്പാടങ്ങളെല്ലാം ഒപ്പിക്കാം, ചാൻസ് തരാം, നിന്നെ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത്. അയാൾ ഞാൻ ചിറ്റൂർ വടുതല എന്ന സ്ഥലത്ത് എനിക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വാടകയ്ക്ക്. പക്ഷേ ഒരു ട്രാൻസ് വുമണിനെ സംബന്ധിച്ച്, എറണാകുളം സംബന്ധിച്ച് ഒരു ട്രാൻസിന് വീട് കിട്ടാൻ പൊതുവെ കുറവാണ്. എന്നിട്ട് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ആ വീട് കൈക്കലാക്കിയത്. എന്നിട്ട് ആ ഓണേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാളെന്നുള്ള നിലക്കുപാട് ട്രാൻസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഞാൻ നിരഞ്ജനയ്ക്ക് വീട് തരുവാണ്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അയാൾ തുടക്കത്തിൽ തന്നെ അയാൾ ആവശ്യപ്പെട്ടതും കൂടിയാണ്. ഞാൻ എന്നിട്ട് എല്ലാം ഏറ്റിട്ടാണ് സൈൻ ചെയ്ത് ഞാൻ ആ വീട്ടിൽ താമസമായത്. ആദ്യം തുടക്കത്തിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഈ വിനീത് എന്ന് പറഞ്ഞ അലിൻ ജോസ് പെരേര, അതുപോലെ തന്നെ ബ്രൈറ്റ്, വിനീത്, ഇവരാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത്. ഈ ആറാട്ടിന്റെ ഗ്രൂപ്പുകാരും എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അവരുടെ സകല വോയിസ് റെക്കോർഡും ഈ വിനീതിന്റെ റെക്കോർഡും ഹൈക്കോടതിക്കെതിരെ ഇവരെ കളിച്ചിട്ടുണ്ട്. അതെനിക്ക് മാധ്യമങ്ങളെ അറിയിക്കണം. കാരണം എനിക്ക് ഇനിയും പറ്റില്ല. എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ നിമിഷം തോറും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാവുള്ളൂ. ഒരാൾക്കാർക്ക് എന്നെ ആരും സഹായിക്കാനില്ല. എല്ലാം ഞാൻ ഒറ്റ ഇതിലാണ് പോയി. അപ്പൊ ഒരു പറയണതെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാനായിട്ട് ചാൻസ് തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ലാസ്റ്റ് ഈ ഡയറക്ടർ വിനീത് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും അതേപോലെ ഈ അലിൻ ജോസ് പെരേരയൊക്കെ കൂടെ പുള്ളിക്കാരനെ, പക്ഷെ മെയിനായിട്ട് പുള്ളിക്കാരെ എടുത്ത് പറയണതെന്ന് പറഞ്ഞ ഈ വിനീത് എന്ന് പറഞ്ഞ ആളെയാണ്. ഈ വിനീത് എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് ഈ അലിൻ ജോസ് പെരേരയും അതേപോലെ ആറാട്ടണ്ണനും ഇതിനകത്തേക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ആറാട്ടണ്ണന്റെ കേസ് നോക്കണമെങ്കിൽ അത് കുറേയും കൂടുതലാണ്. കാര്യം ആറാട്ടണ്ണന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, എന്തോ ആറാട്ടണ്ണന്റെ കുറെ ഫാൻസുകാരൊക്കെ കൂടി ഉണ്ടാക്കിയാണ് ഒരു ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഈ പുള്ളിക്കാരിക്ക് തെറിവിളിയും കാര്യങ്ങളും അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ വന്നത്. അപ്പൊ അതിന് കേസ് കൊടുത്തേക്കണമെന്നാണെങ്കിൽ ആറാട്ടണ്ണനെതിരെയാണ്. അപ്പൊ ഈ ഒരു ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി അവിടെ ചെന്നിട്ട് ഈ പുള്ളിക്കാരനെ പീഡിപ്പിച്ചു എന്നുള്ള രീതിക്ക് ഒരു 3 പേരും കൂടെ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെയാണ് കേസ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി ഗുണം കണ്ടുവെക്കാം. ഇത്രയും വേദനിച്ചാൽ എനിക്ക് ഇനി പറ്റില്ല. ഒരുപാട് വേദനകൾ എൻ്റെ ശരീരത്തിലുണ്ട്. എന്നെ സെക്സിൽ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൻ ഗുളിക വാങ്ങിച്ചു തന്നും, പച്ചക്കറി, മീനും എല്ലാ സംഭവം വാങ്ങിച്ചു തന്നു. ആ ഒരു സങ്കല്പത്തിൽ ഞാൻ ചോദിച്ചു എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് വിനീതോട് ചോദിച്ചപ്പോൾ വിനീത് പറഞ്ഞു, നിരഞ്ജനക്ക് ആരും ഇല്ലല്ലോ, ഒരു ഹെൽപ്പ് എന്നെ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ, ഇനിയും ഉയർച്ചയിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് നിരഞ്ജനക്ക് നല്ലത് വരും, അതുകൊണ്ട് കഥ പറയാമെന്ന് പറഞ്ഞ് വന്നതാ. ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാമെന്ന് പറഞ്ഞാണ് ആളെൻ്റെ വീട്ടിൽ വന്ന് കയറിയത്. അപ്പം ഞാൻ വിനീതിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇരിക്കേണ്ട, വിനീത് പൊക്കോളൂ, ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓണേഴ്സ് ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആളെൻ്റെ വീട്ടിൽ വന്ന് പുള്ളി ഡ്രസ്സ് വരെ ഊരിയിട്ട് എൻ്റെ ദേഹത്ത് പല രീതിയിലും ചെയ്യാൻ നോക്കി. ഇനിയും എനിക്ക് പറ്റില്ല. എൻ്റെ അത്രയും എൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കാരണം ഇവൻ്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ പോയി പെടുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. അതിനുശേഷം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണമെങ്കിൽ ഞാൻ കിടന്നു കൊടുക്കണമെന്ന്. കിടപ്പറ പങ്കിടാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അങ്ങനെയൊന്നും സ്ത്രീകൾ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള അഭിനയം ആരും ഇന്ന് വരെയും ചെയ്തിട്ടില്ല.
എൻ്റെ സങ്കല്പത്തിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ അങ്ങനെ പോകാറില്ല. കാര്യം കിടന്നു കൊടുത്തിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, എനിക്ക് നല്ല ഇതിൽ ജോലി എടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവൻ കാരണം എൻ്റെ ജോലിയെല്ലാം കളഞ്ഞ് ഇന്ന് ഞാൻ ലോഡ്ജ് റൂമിൽ താമസിക്കുന്നത് ഇവൻ കാരണം. ഇവൻ അവസാനം എൻ്റെ റൂമിൽ വന്ന് കയറിയിട്ട് ഇവൻ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇവൻ എൻ്റെ ബെഡ്റൂമിൽ കയറി കിടന്നിട്ട് ഇവൻ്റെ സുനി എടുത്തിട്ട് പുറത്തോട്ടിട്ടിട്ട് എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ എനിക്കത് സഹകരിച്ച് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് കയറിയത്. അവസരം തരാം, അതിന് നീ സഹകരിക്കണം, അതിന് ഞാൻ 25,000 രൂപ നിനക്ക് പ്രതിഫലമായിട്ട് തരാം, നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ വന്ന് കയറിയത്. അതിനുശേഷം ഇവൻ പിന്നെ എനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കി. ഇന്ന് ഇവനാണ് ആള് എനിക്ക് എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കാൻ വന്നത്. എൻ്റെ ശരീരത്തിൽ സുനയും കൊണ്ടുവന്ന ഇവനാണ്. അവസരം തരാന്നുള്ള പേരിനകത്ത് ഇപ്പൊ നമ്മൾ കുറെ വിഷയങ്ങൾ ഇപ്പൊ തന്നെ കണ്ടിട്ടിരിക്കുന്നത്. അതായത് അവസരം തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ കിടന്നാലേ അവസരം തരുള്ളൂ എന്നുള്ള പേരിനകത്ത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും പല പല വമ്പന്മാരുടെയും പേരുകളൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കണേ. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ ആറാട്ടണ്ണനും അതേപോലെ അലിൻ ജോസ് പെരേരയും ഇപ്പൊ ഈ വിനീത് എന്ന് പറഞ്ഞ് ഈ പുള്ളിയൊക്കെ വന്നേക്കുന്നത്. അപ്പൊ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പുള്ളിക്കാരി പറയുന്നത് ഈ വിനീത് എന്ന് പറഞ്ഞ ആൾക്കെതിരെ. പക്ഷെ ഈ അലിൻ ജോസിന്റെ പേരൊക്കെ അലിൻ ജോസും പിന്നെ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ് ശരിക്കും ആറാട്ടണ്ണൻ ഈ പിക്ചറിലെ ആറാട്ടണ്ണൻ എവിടെയും കാണുന്നില്ല. ആ കൂടെ ആ ഗ്രൂപ്പിൽ നിന്ന് വന്നേക്കുന്ന ഒരു ഇതാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ കുറച്ച് വിഷയം വന്നെന്ന് പറഞ്ഞിട്ട് ആക്കെതിരെ അങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതേപോലെ തന്നെ ഈ പുള്ളിക്കാരി പറയുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ഈ നമ്മുടെ അലിൻ ജോസ് പെരേര ഇനി ഒരു റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇതിൽ പറയുന്നൊരു ആളുമായിട്ട് നമ്മൾ ലൈംഗികമായിട്ട് പോയിട്ടില്ലല്ലോ. നമ്മൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മോഡലായിട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പോൾ സ്പായിൽ പോയി ചെയ്യാവുന്നതിലല്ലോ ഇന്നത്തെ കാലത്ത്. മനസ്സിലായോ? എവിടെ പോയി ചുമ്മാതെ ഒരാളെ ബ്രേക്ക് ചെയ്ത് ഒരാളുടെ കേസ് കൊടുക്കില്ല. ചുമ്മാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നേരിട്ടല്ല, കമന്റിൽ നമുക്കെതിരെ കളിച്ചിരുന്നു പറഞ്ഞ കമന്റിൽ നമുക്കെതിരെ ഒരു ആക്രമിച്ചിരുന്നു കുറെ. കമന്റ് എന്താ പറയുക, എന്റെ പേജിന്റെ താഴെ ഇവരൊന്ന് കമന്റ് ഇടും വിനീതിന്റെ പടം വെച്ചിട്ട് ഇന്ന ആള് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും ഈ വ്യക്തി വന്നിട്ട് ഈ വിനീതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഇതിനകത്തിട്ട് വിനീതിന്റെ ഫോട്ടോ ഇട്ടിട്ട് പീഡിപ്പിച്ചെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പീഡിപ്പിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, എന്റെ പേജിന്റെ താഴെ വന്ന് എന്നാന്ന് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പടം ഇട്ടാലും ഇവർ വന്നിട്ട് അതിന്റെ താഴെ കുളിക്കില്ല നനക്കില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമാണ്, മുടി വെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ശത്രു തുടങ്ങി. പിന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അതിനകത്ത് താഴെ ചെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് എൻ്റെ പേര് പറഞ്ഞത്. അവിടെ ചേരാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ആറാട്ടറിന് പോയിട്ട് അവിടെ പിച്ചെന്ന് പറഞ്ഞപ്പോൾ കാര്യം പറയുമ്പോൾ മനസ്സിലായി ആറാട്ടറിന് ഈ വ്യക്തി കണ്ടിട്ടില്ല. ഒരുമിച്ച് ഞങ്ങൾ പോയി. ഞാൻ പേരേര് ഞാനും കണ്ടിട്ടില്ല. പിന്നെ വിനീതിന്റെ കാര്യം ഞങ്ങൾക്ക് പറയാൻ അറിയില്ല, കാരണം വിനീത് എന്തോ വർക്ക് പറഞ്ഞാലേ അതിനുള്ള കൺക്ലൂഷൻ അതന്നെ വിനീത് ചെന്നിട്ടുണ്ടോ നമുക്കറിയാം. അങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെയുള്ള നല്ല അത്യാവശ്യം മോഡൽസിനായിട്ടുള്ള ആൾക്കാരൊപ്പം ചെയ്യാനല്ല, ഒരു ലിവിങ് ടു ദ റിലേഷൻഷിപ്പിൽ പോയാൽ അതുപോലെ പോകാത്തവർ ഞാൻ ഇങ്ങനൊരു ശാരീരബന്ധം ഏർപ്പെടുന്ന തെറ്റല്ലേ. ഇന്നത്തെ കാലത്ത് സ്പായും കാര്യങ്ങളും ഓരോ ലിവിങ് ടു ദ ലൈഫും ഒക്കെ അവൈലബിൾ ആണ്. ആർക്കാണെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെടാം. എന്താണ് ദിലീപേട്ടനെ കുടിക്കാൻ പോലെ ഇപ്പൊ എന്നെ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ. അത് അങ്ങനെ ഒരു ജന്മം, അത് ഫുൾ ടൈം സ്പായി തന്നെയാണെന്ന് തോന്നുന്നു. സ്പായിന്ന് ഇറങ്ങാറില്ല എന്ന് തോന്നുന്നു. വായ എടുത്താ സ്പാ സ്പാ സ്പാ. അപ്പൊ പുള്ളി എന്തായാലും ഈ പറയുന്നതൊക്കെ വെച്ചിട്ട് ഇവൻ പിന്നെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ പറ്റിയിട്ടൊരു ധാരണ വരുമല്ല. ഇപ്പൊ ഇവന്റെ ഇതുവരെ കണ്ടത് വെച്ചിട്ട് ഇവൻ എന്തെങ്കിലും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമുള്ള ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു ആരോപണം ഒരാൾക്കെതിരെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അത് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല ഓ അവൻ പൊട്ടനാണ്, അവൻ അങ്ങനെ ചെയ്യൂല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, കാര്യം ഈ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ സോഷ്യൽ മീഡിയനകത്ത് കാണുന്ന ഇവരൊന്നും ആയിരിക്കില്ല ഇവരെ റിയൽ ലൈഫിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവൻ ഈ കാണിക്കുന്ന പൊട്ടങ്കളിയോ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ആള് വേറെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവർ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ നമ്മുടെ നിരഞ്ജന എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അപ്പൊ എന്തായാലും ഈ അലിൻ ജോസിന്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവൻ വീഡിയോ കണ്ടത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. ഈ കേസിന് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഒരു വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് കയറി വല്ലതും പറഞ്ഞിട്ട് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടായിരിക്കും.